ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ശിശുമരണമുണ്ടായിരിക്കുന്നു. 5.5 മാസം പ്രായമായ കുഞ്ഞാണ് ഇന്ന് രാവിലെ മരിച്ചത്. ഒരു മാസത്തിനിടെ ശിശുക്ഷേമ സമിതിയിൽ 2 കുട്ടികളാണ് മരിച്ചത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ് ഉണ്ടായത്? ഈ 5.5 മാസം പ്രായമുള്ള കുഞ്ഞിന് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞായിരുന്നോ? എന്താണ് CWC നൽകുന്ന വിശദീകരണം? എന്താണ്, എപ്പോഴാണ് മരണം സംഭവിച്ചത്? പറയൂ. പക്ഷേ ഇന്ന് രാവിലെയാണ് 5.5 മാസം പ്രായമുള്ള കുട്ടി ശിശുക്ഷേമ സമിതിയിൽ നിന്ന് SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ SIT ആശുപത്രിയിൽ വെച്ചാണ് രാവിലെ 5.5 മാസം പ്രായമുള്ള കുട്ടി മരിക്കുന്നത്. ഈ കുട്ടിക്ക് നേരത്തെ ചോദിച്ചതുപോലെ അനാരോഗ്യമുണ്ടായിരുന്നു, ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ വൈദ്യസഹായം പുറത്തുനിന്ന് ലഭ്യമാക്കുന്ന കുട്ടികളിൽ ഒരാളായിരുന്നു. ഇന്ന് രാവിലെയാണ് ശ്വാസതടസ്സം മൂർച്ഛിച്ചത്. അതിൻ്റെ ഭാഗമായി SIT ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി. അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. അത്തരത്തിൽ ഫെബ്രുവരി 28-നും ഒരു കുട്ടി മരിച്ചിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഒരു മാസത്തിനിടെ 2 കുട്ടികളാണ് മരിക്കുന്നത്. ദൗർഭാഗ്യകരമായ വാർത്തയാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. സമിതിയിലെ കുട്ടികളെയെല്ലാം മറ്റൊരു ലോഡ്ജിലേക്ക്, സമീപത്തുള്ള മറ്റൊരു ലോഡ്ജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ നിന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അത്തരത്തിൽ ഇവിടെ നിന്ന് കുട്ടികളെ മാറ്റി പാർപ്പിച്ച ഒരു ഘട്ടത്തിലാണ് 2 കുട്ടികൾക്ക് മരണം സംഭവിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മരിച്ച കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടിയാണെന്നാണ് ചെയർമാൻ അരുൺ ഗോപി നമ്മോട് പ്രതികരിച്ചത്. പക്ഷേ ശ്വാസതടസ്സം എന്ന് പറയുമ്പോൾ കുഞ്ഞിന് ജന്മനാ പ്രശ്നമുള്ള കുഞ്ഞായിരുന്നോ? അതായത് ആ ചികിത്സ കുഞ്ഞിന് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നോ? എങ്ങനെയാണ് മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്? പക്ഷേ അത് തന്നെയാണ്, അതായത് 5.5 മാസം പ്രായം മാത്രമുള്ള കുട്ടിയാണ്. ജനിച്ച ഘട്ടത്തിൽ തന്നെ ഈ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തു നിന്ന് വൈദ്യസഹായം ലഭ്യമാക്കുന്ന കുട്ടികളിൽ ഒരാളായിരുന്നു ഈ 5.5 വയസ്സുണ്ടായിരുന്ന കുട്ടി. അത്തരത്തിൽ ഇന്ന് രാവിലെ ശ്വാസതടസ്സം മൂർച്ഛിക്കുകയായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾ തന്നെയാണ്. എന്തായാലും ഇന്ന് രാവിലെ ശ്വാസതടസ്സം മൂർച്ഛിച്ചതിൻ്റെ ഭാഗമായി SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. പക്ഷേ